അതേ കോടാനക്കോടി കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന സൂര്യൻ ശിരസിന്റെ ഒരു ജാൻ ഉയരത്തിലുദിച്ച് വിയർപ്പിൽ മുറ്റി നട്ടോട്ടമോടുള്ള മഷറയിൽ ഒരക്കപ്പ് വെള്ളം കിട്ടാൻ വേണ്ടി ഒരക്കപ്പ് വെള്ളം തരുമോ നബിയേ? യാചിച്ചുകൊണ്ട് ആ ഹബീബിന്റെ ഹദ്റത്തിൽ ചെല്ലുമ്പോ മാറി നിൽക്കടോ. ഈ എന്നെ പറ്റിയിട്ട് നിന്റെ കൺമുമ്പിൽ വെച്ചിട്ടല്ലേ എന്നെ അറബി പയ്യൻ എന്ന് വിളിച്ച് അവഹേളിച്ചത്, എന്നെ മുഹമ്മദ് ക എന്ന് വിളിച്ച് അവഹേളിച്ചത്, എന്നെ മയമാക്ക എന്ന് വിളിച്ച് അവഹേളിച്ചത്. നീ അത് വലിയ നിസ്സാരമായി കണ്ടില്ലേ? ഇന്ന് നിനക്ക് എന്റെ കയ്യിലുള്ള വെള്ളം വേണമല്ലേ? മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബെങ്ങാനും നമ്മെ ആട്ടിക്കളഞ്ഞ് ആരിൽ നമ്മൾ അഭയം പറയും മക്കളെ? അല്ലാഹു ആ ഹബീബിന്റെ മഹബത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് ധന്യമാക്കി തരട്ടെ. തൗഹീദിന്റെ മുഖ്യഭാഗമാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി അതും ഇവിടെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ മഹാന്മാരിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഒന്നാമത്തെ പാഠം, വിട്ടുവീഴ്ചയില്ലാത്ത ഈമാനിക ഭദ്രത നമുക്ക് ആവശ്യമാണ് കേട്ടോ. മുഹമ്മദ് റസൂലുള്ളാഹി പരിപൂർണനാണ്. മുഹമ്മദ് നബി പ്രവാചകനാണ്. മുഹമ്മദ് നബി അസാധാരണക്കാരനാണ്. മുഹമ്മദ് നബി തുല്യത കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ്. ആ ഒരു പരിപൂർണ മനുഷ്യത്വത്തെ നമ്മൾ അവഗണിച്ചിട്ട് പ്രവാചകനെ ഇൻസൾട്ട് ചെയ്യുന്നവരായി മാറാൻ പറ്റൂല കേട്ടോ. ഇന്ന് ചില ആളുകളുണ്ട്, അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഓലിക്കാകപ്പാടെ പ്രശ്നം എന്താണ്? മുസ്ലിമീങ്ങൾ ഇവിടെ ആകപ്പാടെ പീഡിപ്പിക്കപ്പെടുന്നു, മുസ്ലിമീങ്ങൾ ആകപ്പാടെ ഇവിടെ മൂക്കിൽ വലിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഇനി അതും ഇതൊന്നും പറഞ്ഞു നടന്നാൽ നടക്കൂല. നമ്മളെല്ലാവരും ഒന്നായിട്ട് പോകണം. ഇനി എവിടെയെങ്കിലും കുറച്ച് കുന്തവും കടാരിയും പോകുമ്പോണ്ടോ നോക്കണം. ഇതാണ് വലുത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ അത്തരക്കാരോട് ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ മോനെ, ഇലാഹിന്റെ കുദറത്തിനേക്കാൾ വലിയൊരു കുദറത്ത് ആർക്കാണ് ഇവിടെ ഉള്ളത്? ഖാലിഖായ റബ്ബിന്റെ കഴിവിനേക്കാൾ ഒരു വലിയ കഴിവ്, സൃഷ്ടാവായ റബ്ബിന്റെ കഴിവിനേക്കാൾ വലിയൊരു കഴിവുള്ള വാളിവിടെയില്ല. സൃഷ്ടാവായ റബ്ബിന്റെ സഹായത്തേക്കാൾ വലിപ്പമുള്ളൊരു ബോംബ് ഇവിടെയില്ല. സൃഷ്ടാവായ റബ്ബിന്റെ കഴിവിനേക്കാൾ വലിപ്പമുള്ളൊരു വെടിയുണ്ട ഇവിടെയില്ല. പടച്ച റബ്ബിന്റെ സഹായം കിട്ടലല്ലാതെ മറ്റൊരു രക്ഷ മുസ്ലിം ഉമ്മത്തിന്റെ സലാമത്തിനില്ല. ആ രക്ഷ കിട്ടണമോ, ആ സഹായം കിട്ടണമോ, ഖാലിഖായ റബ്ബിന്റെ പക്ഷത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥ മുഹമ്മദ് നബിയുടെ പക്ഷത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ആ സൃഷ്ടാവായ റബ്ബിനെയും ആ പ്രവാചകനെയും അവഗണിക്കുന്ന ബിദ്അത്തുകാരൻ അവനും ഇസ്ലാമിന്റെ ആളാണെന്ന് പറഞ്ഞ് ഒന്നിച്ചു കൂട്ടിയാൽ പടച്ച റബ്ബിന്റെ ഉള്ള സഹായവും ഇല്ലാതായി പോകുകയല്ലാതെ. അതുകൊണ്ട് മുസ്ലിമിന്റെ സലാമത്താണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. അല്ലാഹു നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരട്ടെ. തൗഹീദിന്റെ വില വേണം ഇരിക്കട്ടെ. ഈ തൗഹീദിന്റെ വിലയുടെ കടുപ്പം നാം മനസ്സിലാക്കണം. എങ്ങനെ? റസൂലുള്ളാഹി തങ്ങളെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ആശങ്കയാണല്ലേ? അങ്ങനൊക്കെ ഉണ്ടാകുക, അങ്ങനെ പറ്റിയേ നമുക്കൊരു ശങ്ക അല്ലേ? ഈമാനിന്റെ ദുർബലത നിങ്ങൾ ആലോചിച്ചു നോക്ക്. പ്രവാചക ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിൽ പ്രഗൽഭൻ, ബുദ്ധിജീവികളിൽ അപാര അനുഗ്രഹിയും കൂടിയായ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഭവ ബഹുലമായ ഒരു ചരിത്രം നടന്നു. ഇസ്രാ മിഅ്റാജിന്റെ പ്രയാണം. ആ ഇസ്രാ മിഅ്റാജിന്റെ പ്രയാണം നടന്ന് ഒരു രാത്രിയുടെ ചുരുക്കം ചില സമയത്തിനുള്ളിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് 2 മാസത്തിലധികം യാത്ര ചെയ്തെത്താൻ മാത്രം ദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7 ആകാശം, അർശ്, കുർസി, ലൗഹ്, കലമൊക്കെ തുടങ്ങിയ അത്ഭുത കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് റബ്ബുമായി കൊണ്ട് അടുത്ത് അഭിമുഖ സംഭാഷണം നടത്തി തിരിച്ചു വന്ന സംഭവം ഇത് നടന്നു. പ്രവാചകന്റെ ഈ സന്ദേശ യാത്ര അത് മക്കക്കാർക്കിടയിൽ ചർച്ചയായി. പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് അന്നത്തെ പ്രവാചകന്റെ വിരോധികളായ കുറെ ആളുകൾ ഇങ്ങനെ വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ ചർച്ചയാണ് റസൂലുള്ളാഹിന്റെ ഈ യാത്രയെ പറ്റി. എന്താ അവരുടെ ആ ചർച്ച? മുഹമ്മദ് ഒരു പുതിയ ഒരു വാദം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ ഉപകാരമായിട്ടുണ്ട് നമുക്ക്. കാരണം ആ വാദവും ഒരു ബുദ്ധിയുള്ള ആൾ ഏതായാലും അംഗീകരിക്കൂല. കാരണം മക്കത്ത് നിന്ന്
ബൈത്തുൽ മുഖദ്ദസിലേക്ക് അന്നത്തെ യാത്രാ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ട് യാത്ര ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 2 മാസത്തിലധികം യാത്ര ചെയ്യാനാണ്. അത്രയും വലിയ ദൂരത്തേക്ക് ഒരു ചെറിയ സമയം കൊണ്ട്, അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ആകാശ ലോകത്തേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു എന്ന് പറയുമ്പോ ബുദ്ധിയുള്ള ആളുകളൊക്കെ എന്തായാലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരും. ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതാ വരുന്നു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മക്കാ മുശ്രിക്കുകളും സമ്മതിക്കുന്ന ഒരു സത്യമുണ്ട്. എന്താ? സിദ്ദീഖുൽ അക്ബർ വലിയ ബുദ്ധിയുള്ള ആളാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ പേര് ഇങ്ങനെ കണ്ടപ്പോ ശത്രുക്കൾക്ക് തോന്നി, അബൂബക്കർ ഇതൊന്നും ഒരു അറിയാത്ത മട്ടുണ്ടല്ലോ, ഏതായാലും ഒന്ന് കുത്തിവെക്കാം പതുക്കെ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്തെത്തി. അന്ന് മഹാനവറുകൾക്ക് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചിട്ടില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവരടുത്തെത്തിയപ്പോ ഇവർ ചോദിച്ച്, അല്ല അബൂബക്കർ, നിന്റെ നേതാവായ മുഹമ്മദ് ഒരു പുതിയ വാദുവായിട്ട് വന്നിട്ടുണ്ട്, നീ അറിയില്ലെന്ന് ചോദിച്ചു. മൂപ്പര് വെച്ചേ എന്തേന്ന് ചോദിച്ചു. അല്ല, ഇന്നലെ രാത്രി ചെറിയൊരു സമയം കൊണ്ട് ഇവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിലും അതുപോലെ തന്നെ അവിടുന്ന് ആകാശ ലോകത്തൊക്കെ പോയി പടച്ചോനുമായിട്ട് കണ്ടിട്ട് വന്നു എന്നുള്ളൊരു യാത്ര അറിയില്ലേ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശങ്കിച്ച് ഒരു സംശയത്തിന്റെ ഒരു ഭാഷയോട്, ഞാൻ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ? മക്കാ മുശ്രിക്കുകൾക്ക് ചെറിയൊരു ആശ്വാസമായി. എന്തായാലും അബൂബക്കറിന്റെ ബുദ്ധിക്ക് ഒരു മാറ്റം വരുന്നുണ്ട്, ഇപ്പൊ രാജിവെച്ചങ്ങോട്ട് പോരും. ഞാൻ വിശ്വസിക്കുന്ന മഹാനായ മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ? മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു, അല്ല അബൂബക്കർ, ഞങ്ങൾ എന്തിന് കളവ് പറയണം, ഉള്ളതാണ്. വീണ്ടും ചോദിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബായ നേതാവ് അങ്ങനെ പറഞ്ഞോ? മുശ്രിക്കുകൾ അപ്പോഴും പറയുന്നു, അതേ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. മക്കാ മുശ്രിക്കുകൾക്ക് കുറച്ചും കൂടി ആശ്വാസം, അബൂബക്കർ എന്തോ ഒരു ചെറിയൊരു മാറ്റം വരുന്നുണ്ടോ? മൂന്നാമത് ചോദിക്കുന്നു, ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞോ? മുശ്രിക്കുകളുടെ മറുപടി, അതേ അബൂബക്കറെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതങ്ങ് കേട്ട് തീരേണ്ട താമസം സിദ്ദീഖുൽ അക്ബറിന്റെ മറുപടി എന്താണെന്നറിയോ? ഞാൻ വിശ്വസിക്കുന്ന പ്രവാചകനായ മുഹമ്മദ് നബി ഇതല്ല, ഇതേക്കാൾ വലുത് പറഞ്ഞാലും ആമൽതു ബിഹി വസദ്ദഖ്തു ബിഹി, ആ മുഹമ്മദ് നബി പറഞ്ഞത് മുഴുവനും ഞാൻ ഒന്നായി വിശ്വസിക്കുന്നവനാണ് കേട്ടോ. ഒരിക്കൽ കൂടെ അദ്ദേഹത്തിന്റെ സത്യസന്ധത ഞാൻ വ്യക്തമായി അംഗീകരിക്കുന്നു കേട്ടോ. അന്നു മുതലാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് സിദ്ദീഖ് എന്ന പേര് തന്നെ വരാൻ കാരണം. നമ്മളാണെങ്കിൽ എന്താ പറയാ, അത് ശരി തന്നെ, നാളത്തേക്ക് പോകണമെങ്കിൽ എങ്ങനെ പോകാൻ കഴിയാനാ? ഒരൊട്ടകത്തിന്റെ പുറത്തിരിച്ച് അങ്ങനെ പോകാനോ? അല്ലെങ്കിൽ ഒരു ബുറാക്ക് എന്ന് പറയുന്ന ഒരു മൃഗത്തിന്റെ പേര്, അതൊക്കെ വെറുതെ തട്ടി വിടുന്നതല്ലേ? ഇന്നത്തെ പുത്തനാശയക്കാരനെങ്ങാനും അന്നുണ്ടായിരുന്നെങ്കിൽ അവർ ആ സ്പോട്ടിൽ തന്നെ ഇസ്ലാം എന്ന് പുറത്തു പോകുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഹബീബിൽ സ്വഹാബത്തിനുണ്ട് ഈമാൻ. മുഹമ്മദ് നബി എന്തേ പറഞ്ഞു അതങ്ങനെ തന്നെ സ്വീകരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ പാരമ്പര്യം നാം പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർ ഒന്നാമതായി പ്രാധാന്യം കൊടുത്തത് ഈമാനിന്റെ വിഷയത്തിനാണ്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, വർത്തമാന സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മുടെ മനസ്സിൽ നിന്ന് ഈമാനിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈമാനിനെതിരെ ആരെന്ത് ഭീഷണി ഉയർത്തി വന്നാലും അതിന്റെ തെറ്റ് തെറ്റാണെന്ന് പറയാൻ ആരും ധൈര്യം കാണിക്കുന്നില്ല. ആ തെറ്റിലേക്ക് പോകരുതെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല. ഒരുപാട് മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഉണ്ടാകുമല്ലോ. നമ്മുടെ പൂർവീകരായ മഹാന്മാര്, അവരാദരിക്കപ്പെടുന്ന മഹത്തുക്കൾ, അവരുടെ രക്തം നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന അവരുടെ കരങ്ങളിലൂടെ സ്ഥാപിതമായ പള്ളികളും വഖഫ് സ്വത്തുക്കളും ഒക്കെ ഇന്ന് കൈകാര്യം ചെയ്യുന്ന പള്ളി കമ്മിറ്റിയിലേക്ക് പോലും ഈ പുതിയ ചിന്താഗതിക്കാരൻ കടന്നു വരുന്നതിൽ ഇന്ന് നമുക്കൊരു പ്രശ്നമില്ലാതായി മാറിയിരിക്കുന്നു. അവരൊക്കെ മുശ്രിക്കീങ്ങളാണെന്ന് പറയുന്നവർ, അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയുന്നവർ, അടുത്ത ജനറൽ ബോഡി വരുമ്പോ കമ്മിറ്റിന്റെ സെക്രട്ടറി ആരാ? ഈ പറഞ്ഞ ബമ്പം തന്നെ. നമുക്ക് അല്ലാഹുവിനെ പേടിയില്ലേ?
റബ്ബിന്റെ പള്ളിയും ആ പള്ളിയുടെ പരിപാലനവും ഈ ബിദഈ ചിന്താഗതിക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ അവനിലൂടെ ഉണ്ടാകുന്ന അപകടത്തെപ്പറ്റി നമുക്കൊരു ബോധ്യവുമില്ല അല്ലേ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാടും നാട്ടിലെ പള്ളികളുമെല്ലാം നമുക്ക് അന്യാധീനപ്പെട്ടു പോകാൻ കാരണമായി പോകും. അതുകൊണ്ട് തന്നെ പഴയ കാലത്തൊക്കെ ജനറൽ ബോഡി നടക്കുമ്പോ പള്ളി കമ്മിറ്റിയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കും പരിഗണിച്ച മാനദണ്ഡം എന്താണ്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ഒന്നാമതായി നല്ല പാരമ്പര്യ മുസ്ലിമിനെ മാത്രമേ അംഗീകരിച്ചിരുന്നുള്ളൂ. കാരണം ഖുർആൻ പറഞ്ഞു ഈമാനാണ് അവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര. രണ്ടാമത്തതോ അവര് ആഖിറത്തിനെ പേടിക്കുന്നവരാകണമെന്ന് ചിന്ത ഉണ്ടായിരുന്നു. ഇന്നോ അതുകൊണ്ട് ആ പഴയ കാലത്ത് പള്ളി കമ്മിറ്റിയിലെ കാരണോറെ കണ്ടാല് പള്ളിയിലെ കാദിയാറും കാരണവറും ഒന്നായിട്ടിരുന്ന കാരണവരെ കണ്ടാല കാദിയാറും എന്ന് തോന്നുക. അത്രയും കാണാൻ നല്ല ഹൈബത്തും വക്കാറൊക്കെ ആയിരുന്നു. നല്ലൊരു തൊപ്പി, നല്ലൊരു താടി, ബിരിയാണിക്ക് മേലെയുള്ള തുണി, സാധാരണ മൂല്യന്മാരുടെ പോലത്തെ ആ കുപ്പായോ അതൊക്കെ ഇട്ടിട്ട് ഒരു സദസ്സിലൊക്കെ കൊണ്ടുവച്ചാൽ കാണാനൊരു കോലോ മട്ടും ഉണ്ടായിരുന്നു. ഇപ്പം പള്ളി കമ്മിറ്റിയിലേക്ക് വരുന്ന പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജി ക്വാളിഫിക്കേഷൻ ബാങ്ക് കൊടുക്കുന്നത് വരെ പള്ളിന്റെ മുറ്റത്ത്, ബാങ്ക് കൊടുത്ത അങ്ങാടിയിരുന്ന. എന്നാലും പള്ളി കയറിയിട്ട് എന്താവൂല, കരിക്കൂല. എവിടെ എത്തി നമ്മുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. ഈമാനിന് വില കൊടുക്കാത്തവർ, അതേ ഇബാദത്തിന് വില കൊടുക്കാത്തവർ, ആഖിറം ഭയപ്പെടാത്തവർ, റബ്ബിന്റെ പള്ളി പരിപാലിക്കാനുള്ള വ്യാജേന കമ്മിറ്റിയിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ പറയുന്നു, ഇതൊരു പ്രദേശത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഏത് പ്രദേശത്തും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ ഈമാനിനും ആഖിറത്തിനും വില കൊടുക്കുന്നവരെ അത്തരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടണം. പാരമ്പര്യം നശിപ്പിക്കുന്ന വിഭാഗം കടന്നു വരുന്നത് നമ്മൾ സൂക്ഷിക്കണം. ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയിൽ ഇങ്ങനത്തെ കുറെ ആളുകൾ വന്നുകൊണ്ട് ലത്തീഫ് സാദിഖൊന്നും നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ദീനിന്റെ പാരമ്പര്യം നശിപ്പിക്കുന്നവർ നമ്മുടെ നാട് അതിലൂടെ നഷ്ടപ്പെടാൻ കാരണമായി പോകും. നമ്മുടെ ഇസ്ലാമിന്റെ പാരമ്പര്യവും നഷ്ടപ്പെടുത്താൻ അവർ ശ്രമിക്കും. അത് ശ്രദ്ധിക്കേണ്ടുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോയാൽ അപകടമാണ്. ഇന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പുതിയാപ്പിൾ അന്വേഷിക്കാലം പോയപ്പോ നല്ല ടോപ്പ് കുടുംബം, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല പൊരൊക്കെ റെഡി. അപ്പൊ ആരോ പറഞ്ഞു അവര് ചെറിയൊരു ആടിക്കളിക്കുന്ന വിശ്വാസമുള്ളവരാ. അങ്ങനെയല്ലേ നോക്കിയപ്പോ ഇന്നത്തെ കാലത്ത് അകലം പിന്നെ അങ്ങ് പോട്ടെ, തീർന്നു. പിന്നെയോ ആ പുതിയ ആശയക്കാരൻ പുതിയാപ്പിളായിക്ക് വന്നപ്പോ ദിവസം 5-6 മാസം കഴിഞ്ഞു, അമ്മായിമ്മ മരിച്ചുപോയി. പിന്നെ നോക്കും മയ്യത്തെടുക്കുമ്പോ ദിക്റ് പറ്റൂല, ഉമ്മാന്റെ പേരിൽ യാസീൻ ഓതാൻ പറ്റൂല. അതേ ആ ഉമ്മാനെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യലോ, പണ്ടൊക്കെ മറമാടലാണ്. ഇവൻ ബിയാപ്പിളാക്ക് വന്ന് നോക്കും കുഴിച്ചുമൂടലാണ്. ഇങ്ങനെ ഒരു മുഅ്മിനിന്റെ ആഖിറത്തിന്റെ സലാമത്ത് പോലും അപകടപ്പെടുത്തുന്നു. ഖബറിലെത്തിയിട്ടാ ചിലപ്പോ അമ്മായിമ്മ അതിന്റെ അപകടം മനസ്സിലാക്കുന്നുണ്ടാകുക. ഖബറിലെത്തിയിട്ടാ ചിലപ്പോ അമ്മോച്ചാക്കാക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകുക. പഠിച്ചോരെ ഒരു യാസീൻ കൂടെ കിട്ടുന്നില്ലല്ലോ. ചില ആളുകൾ ഖബറിലുള്ള അവസ്ഥയെ പറ്റിയിട്ട് മഹാന്മാര് പറഞ്ഞല്ലോ, തമുറു അഖാരി ബിജനബാതി ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി. ആ ടീം ഖബറിന്റെ മുകളിലേക്ക് കൂടി ചവിട്ടി നടന്നാലും അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതൂല. എന്നിട്ട് ഖബറിൽ കിടക്കുന്ന ആൾ ഇങ്ങനെ പറയാന്ന് പോലും, പഠിച്ചോനെ എന്റെ കുടുംബക്കാരിലേ പോന്ന് എന്നെ പറ്റി ഒരു ഓർമ്മയില്ലല്ലോ. ചിന്തിച്ചിട്ട് അന്നേരം ബേജാറായിട്ട് കാര്യമില്ല. ജീവിതകാലത്ത് തന്നെ പഠിച്ചോ, ആ സൂക്ഷ്മത പാലിച്ചോ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്നാക്കി തരട്ടെ. ഈമാനിന് വില നൽകുന്നവരാകണം. ഔലിയാക്കന്മാരുടെ മുഖമുദ്ര അതാണ്, അംബിയാവിന്റെ മുഖമുദ്ര അതാണ്, കഴിഞ്ഞുപോയ മഹാന്മാരുടെയൊക്കെ മുഖമുദ്ര അതാണ്. കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ സുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്ന ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം അംഗീകരിച്ച വ്യക്തിയാണ് മുഹ്യിദ്ദീൻ ശൈഖ്. 1980 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച അൽമനാറിന്റെ 20ാമത്തെ പേജിൽ ശുദ്ധ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അംഗീകരിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു മുവഹിദല്ല, ശ്രീ ശങ്കരാചാര്യരുടെ ഒക്കെ ഗണത്തിൽപ്പെടുന്ന ആളാണ്. ഓല അങ്ങനെ എഴുതണം. കാരണം എന്താണെന്നറിയോ, മഹാനായ ഗൗസുൽ ആലം അവർക്കെതിരെ അത്രക്കും വലിയ കർശനമായ നടപടി സ്വീകരിച്ചവരാ. പുത്തൻവാദികൾക്കെതിരെ ഒരു രോഗിയായ സന്ദർശിക്കരുത്, കണ്ടാമുണ്ടരുത്, മരിച്ച മയ്യത്ത് പോലും കാണാൻ പോകുന്ന ഇഷ്ടമല്ലാതെ പ്രഖ്യാപിച്ച മഹാന്മാരായിരിക്കുന്ന പ്രവാചക പ്രേമികളായിരുന്നു അവരൊക്കെ.
അവർക്ക് കച്ചവടത്തിൽ പ്രശ്നം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ടായിരുന്നില്ല. ഈമാനിന്റെ നെടുന്തൂണ് തകർക്കാൻ ശ്രമിച്ചവരാണ് ഇവരായിരുന്നു എന്നതാണ് ആ കർശന സമീപനത്തിന് കാരണം. അപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ അധികാര അത് കുഞ്ഞലിയാണ്ട് ഇത്താത്താന്റെ ഉമ്മാമൻ ഉപ്പാപ്പാന്റെ വെല്ലിക്കാക്കിയാന്ന് ഉറക്കം ഒന്നും മുണ്ടിക്കൂടാ. ഈമാൻ വിലയില്ല, അമലിന് വിലയില്ല, വിശ്വാസത്തിനില്ല, പാരമ്പര്യത്തിനില്ല, ഒക്കെ വലിച്ചെറിയ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ മഹാന്മാരെ പറ്റി പഠിക്കുമ്പോൾ ഒന്നാമതായി പഠിക്കേണ്ടുന്ന വിഷയം ഈമാനാണ് ഏറ്റവും വലുത്. ആ ഈമാനിൽ വിട്ടുവീഴ്ച ഇല്ലാത്തവനായി ജീവിക്കുമെന്ന പ്രതിജ്ഞ പുതുക്കാൻ ഈ സദസ്സിനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തതോ മഹാന്മാരുടെ ഏറ്റവും വലിയ മുഖമുദ്ര വഅമിലുസ് സാലിഹാത്ത്. ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം വിനിയോഗിച്ചവർ. ആഖിറത്തിൽ കൂലി കിട്ടുന്ന വിഷയം ചെറുതായാലും വലുതായാലും തിരക്കേടില്ല. അവരുടെ ദറജ നോക്കാതെ ഇറങ്ങി പ്രവർത്തിച്ചവരാണ് മഹാന്മാർ. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ആരാണ്? വലിയ മഹാനല്ലേ. വകുല്ലു വലിൽ ലഹു ഖദമു ഫഇന്നി അലാ ഖദമിൽ നബി ബദിരിൽ കമാലി വകുല്ലു വലിൽ ലഹു ഖൽബുൻ ഫഇന്നി അലാ ഖൽബിൽ നബി ബദിരിൽ തമാമി. എല്ലാ വലികളും ഓരോ നബി വശി, ഞാൻ എന്റെ സീബാബ കാൽവശി എന്നോവർ. അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സ് മുഴുവനും ഏറ്റെടുത്തു. ആ ഹബീബാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്നും ചിന്തിച്ചു. ആ ഹബീബിന്റെ പാദം പിന്തുടർന്ന് ജീവിക്കാൻ ശ്രമിച്ച ഒരു പ്രവാചക പ്രേമി ഓ ജീവിതത്തിൽ സഹിച്ച ത്യാഗം എത്രയാണ്! സുബ്ഹാന ജല്ല ജലാലുഹു. മഹാനായ ഗൗസുൽ ആലമിന്റെ ചരിത്രം നോക്കിയാൽ കാണാം. നിലവേറും ഈശ തൊഴുതോരോവാലെ 40 സുബ്ഹി തൊഴുതോവർ. 40 കൊല്ലക്കാലം ഉറങ്ങാതെ വേറൊരു ക്ഷീണവും കാണാതെ പകലും രാത്രിയിലും ഒരുപോലെ അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി സമയം കളഞ്ഞവരാണ് കേട്ടോ. പറയാൻ ഈ വിനീതൻ യോഗ്യനല്ല. ആ മഹാന്മാരെയൊക്കെയൊന്നും അവരുടെ പേര് പോലും നാവുകൊണ്ട് പറയാൻ ഞാൻ അർഹനല്ല. എങ്കിലും ആ മഹാന്മാരുടെ ബർക്കത്തുണ്ടെങ്കിലും അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. നമ്മുടെ അമൽ അള്ളാഹു നന്നാക്കി തരട്ടെ. താഅത്തിനുള്ള തൗഫീഖ് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. 40 കൊല്ലക്കാലം ഉറക്കില്ലാതെ ഖാലിഖായ റബ്ബിന്റെ പൊരുത്തത്തിലായി ദിക്റും ദുആഉം സ്വലാത്തും നിസ്കാരങ്ങളും അങ്ങനെ ഖുർആനോത്തും ഇബാദത്തുമായി കഴിച്ചു കൂട്ടിയവർ, എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഒന്ന് വേദനയോടെ നെഞ്ചിൽ കൈവച്ചൊന്ന് യോജിച്ചുകൂടെ? എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, ഒന്ന് വേദനയോടെ ചിന്തിച്ചുകൂടെ? റബ്ബിന്റെ പള്ളിയിൽ വെച്ച് മുഅദ്ദിൻ ഒരു ദിവസത്തിൽ 5 നേരം ഉറക്ക വിളിച്ചു പറയുന്നു, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. സർവ സൗകര്യങ്ങളും ചെയ്തതല്ല, കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കി തന്ന ഖാലിഖായ റബ്ബിന്റെ മുന്നിൽ ഒന്ന് തലകുനിക്കാൻ സമയമായി മോനെ എന്ന് പറയുമ്പോ പടച്ച റബ്ബിന്റെ ഭവനത്തിന്റെ ചാരത്ത് നിന്നിട്ട് പോലും പള്ളിയിൽ കയറി നിസ്കരിക്കാൻ മനസ്സ് കാണിക്കാത്ത ചെറുപ്പക്കാരെ, വീട്ടിൽ വെറുതെ കോലാഹലങ്ങൾ ഉണ്ടാക്കി നേരത്തിനൊന്ന് കയ്യും മുഖവും കാലും കഴുകി നിസ്കരിക്കാൻ സന്മനസ്സ് കാണിക്കാത്ത ഉമ്മമാരെ, സഹോദരിമാരെ, പെങ്ങന്മാരെ,
ഓ ഈ മഹാന്മാരൊക്കെ പോകുന്ന സ്വർഗമാണോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? 40 കൊല്ലം ഉറക്കിന്റെ അഭിരുചി അറിയാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചവർ. ഒരു സുന്നത്ത് നിസ്കാരത്തിന്റെ കഥ നമുക്ക് പറയാനില്ല, കൃത്യമായി ഖുർആൻ ഓതിയ കഥ പറയാനില്ല, നേരെ ചൊവ്വേ ഒരു 10 ദിക്റും സ്വലാത്തും ചൊല്ലിയ കഥ പറയാനില്ല. അങ്ങനത്തെ വിനീതനായ ഞാനും നിങ്ങളുമൊക്കെ ഈ മഹാന്മാരുടെ മുന്നിൽ മഹ്ശറിൽ വെച്ച് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരില്ലേ? അള്ളാഹു നമ്മുടെ ബുദ്ധി നന്നാക്കി തരട്ടെ, പ്രവർത്തനം അള്ളാഹു നന്നാക്കി തരട്ടെ. ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിനു എത്രത്തോളം എന്നറിയുമോ? ഖാലിഖായ റബ്ബിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന വിഷയം അത് എത്ര താഴോട്ട് ഇറങ്ങി ചെയ്യേണ്ടി വന്നാലും ഒരു മടിയുമില്ലാതെ ഇറങ്ങി പ്രവർത്തിച്ചവർ. സുബ്ഹാനല്ലാഹ്. ഈ പറയുന്ന വിനീതനായ എന്റെ അവസ്ഥ എന്താണ്? ഒരു താടിയും തലപ്പാവും കുപ്പായവും ഇടുമ്പോഴത്തേക്ക് അല്ലേ നാട്ടിൽ ഒരു നല്ല പ്രവർത്തനം നടത്താൻ ഇറങ്ങാൻ നേരമില്ല. നമ്മുടെ കുപ്പായത്തിൽ മണ്ണ് വരണ്ടുകൂടാ. സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാൻ സമയമില്ല. തിരക്കാണ്, അല്ലെങ്കിൽ സമയമില്ല, അല്ലെങ്കിൽ ആരോഗ്യമില്ല. അല്ലേ? ഓ, നമ്മൾ പോകേണ്ടുന്ന സ്വർഗം ആര് പോകുന്ന സ്വർഗമാണ് മക്കളെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 പ്രഗൽഭന്മാരിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാൽ ബക്കരി വഅൽ ഉമരി വഅൽ അലിയും വഅൽ ഉസ്മാന ദിൽ കറമി മൗലായ സ്വല്ലി വസല്ലം. ബിസ്മില്ലാഹ്. സഹോദരന്മാരെ, എല്ലാവരും ഈ മഹത്തായ സദസ്സിന് വേണ്ടി കഴിവിന്റെ പരമാവധി സഹായിക്കണം. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ വെച്ച പരിപാടിയാണ്. ഓരൊരു പരിപാടി വെച്ചിട്ട് കടത്തിലായി പോയിട്ട് ഇനി അടുത്തൊല്ലം വെക്കാണ്ടായി പോകാൻ പാടില്ല. ബാക്കി വന്നിട്ട് ഇനിയും വെക്കണം എന്നുള്ള താല്പര്യം അവർക്ക് നൽകത്തക്ക രീതിയിൽ കഴിവിന്റെ അങ്ങേ അറ്റത്തെ സഹായം ഇന്നും തുറന്നുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അല്ലാഹു തആല ബർക്കത്തുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 പ്രഗൽഭന്മാരിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. നമുക്കിപ്പോ എന്താ SYS കാരനായ ഒരു പ്രവർത്തകൻ സജീവാണെന്ന് പറയുമ്പോ നേരെ ഉസ്താദേ SSFർക്ക് പറയാറുള്ളത് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ താഴോട്ടിറങ്ങാൻ ഒരു അലർജി, മേലഴകാൻ പറ്റുന്നില്ല. അല്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാമത്തായി പ്രസിഡന്റായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അറിയുമോ? ഭരണക്കസേരയിലിരിക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് തികട്ടി വരികയാണ് ഒരു ഓർമ്മ. എന്താണ് ആ ഓർമ്മ എന്നറിയുമോ? വിശ്വഗുരു മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങളുടെ ഭരണീയരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് അർത്ഥം ഉൾക്കൊള്ളുന്ന ഈ ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു പോയി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്ന, പടച്ചോനെ, ഞാൻ രാജാവാണെന്ന് പറഞ്ഞിട്ട് ഈ കസേലയിൽ ഇരുന്നിട്ട് എന്റെ ഭരണീയരുടെ കാര്യം നോക്കാതെ ആരെങ്കിലും ദുരിതം പേറിയാൽ എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ശിക്ഷിക്കപ്പെട്ടു പോകുമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന പണി എന്താണെന്നറിയോ? എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട SYSന്റെയും SSFന്റെയും പ്രവർത്തകന്മാരെ, മഹല്ല് കമ്മിറ്റിയുടെ പ്രവർത്തകന്മാരെ, അതേ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലിരുന്ന് നമ്മളൊന്ന് ആലോചിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ഈ ചിന്ത മനസ്സിൽ വരുമ്പോ തന്റെ രാജകൊട്ടാരത്തിൽ നിന്ന്, അതേ തന്റെ ഭരണീയ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സാധാരണ സിവിലിയം വേഷക്കാരനായി
അതാ ഇറങ്ങി നടക്കുന്നു. എവിടെ? തന്റെ ഭരണപ്രദേശത്തിലൂടെ നടക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഇറങ്ങി നടക്കുന്ന സമയം എല്ലാ ദിവസവും അങ്ങനെ ഇറങ്ങി നടക്കാറുണ്ട്. ഒരു ദിവസമാണ് ഈ രംഗം മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ എന്തോ ഒരു പ്രയാസത്തിൽപ്പെട്ടിട്ട് അതിന്റെ വഴി തേടി പുറത്തിറങ്ങിയതാണ്. ആ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്. പാതിരാത്രി ഒറ്റക്ക് ഇങ്ങനെ ആ തെരുവിലൂടെ നടക്കുന്നത് കാണുന്നത്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ശ്രദ്ധിച്ചു. എവിടത്തേക്കാ രാജാവിന്റെ പോക്ക്? അല്പൊന്ന് മാറി നിന്ന് ശ്രദ്ധിച്ചപ്പോ പോകുന്നത് ഒരു വീട്ടിലേക്കാണ് കയറി പോകുന്നത്. മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആദ്യം ഒന്ന് ഞെട്ടി. കാരണം ആ വീട്ടിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന് അറിയാം. അവിടെ എന്തേ ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് ഈ രാത്രിയിൽ ഇങ്ങനെ ഒറ്റക്ക് കയറി പോകുന്നത്? പക്ഷേ മഹാന്മാർക്ക് തെറ്റിദ്ധാരണ വരൂലല്ലോ. ആ വീട്ടിനെ പറ്റി ഒന്ന് പഠിക്കണമെന്ന് മനസ്സിലാക്കി മാറി നിന്നു. അല്പസമയം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയി. മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നേരെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ കാണുന്ന രംഗം എന്താണെന്നറിയോ? പനനാരി കൊണ്ട് വരിഞ്ഞ് കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിളവി രോഗമിലുണ്ടതിൽ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. രോഗത്തിലായി കിടപ്പായ നാൾ മുതൽക്കെന്നും വരും രാത്രിയിൽ ആരോ ഒരാൾ അടുത്തെന്നും കഷ്ടിച്ച ചട്ടിയെടുത്തവർ മാറ്റുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. പൊതിയൊന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ, സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം നീങ്ങുവാനുതകുന്നതാ. സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. ഇത് കേട്ടുടൽ ത്വൽഹത്തതാ കരയുന്നു. അറിവുണ്ടോ ഹേ ഉമ്മ അതാരാണെന്ന്? കിസ്റാ പനിക്കും കൈസറും വിറക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൽ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീനുമറല്ലോ. ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിലും കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ കാണുന്നത് സംഭവം ഒരു പെണ്ണ് ഒറ്റക്ക് തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ പെണ്ണ് തളർന്നു കിടക്കുന്ന ഒരവശയാണ്. ഈത്തപ്പനനാര് കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ കട്ടിലിൽ ഒരു പ്രായം ചെന്ന ഉമ്മ ഒറ്റയായി ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കും, നല്ല ഉമ്മ, നിങ്ങൾ ആരാൾ? നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പറയുമോ? ഈ ഉമ്മക്ക് കൊടുക്കാനുള്ള മറുപടി, മോനെ, ഞാൻ രോഗത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എനിക്ക് ഉറ്റവരില്ല, ഉടയവരില്ല, കുടുംബക്കാരില്ല, താങ്ങില്ല, തണലില്ല. ഞാൻ ഒറ്റപ്പെട്ടവളാണ്. പക്ഷേ ഞാൻ കിടക്കാൻ തുടങ്ങിയ അന്ന് മുതൽ അതേ ഏതോ ഒരു മനുഷ്യൻ എന്റെ അടുക്കൽ വരാറുണ്ട്. ആ മനുഷ്യൻ വരുന്ന സമയത്ത് പോക്കറ്റിൽ ഒരു പാക്കറ്റ് ഭക്ഷണത്തിന്റെ പൊതിയും കരുതിയിട്ടാണ് വരാറുള്ളത്. തളർന്നു കിടക്കുന്ന എന്നെ പതുക്കെ തോളിൽ കൈയിട്ടൊന്ന് ചാർത്തി എഴുന്നേറ്റിരുത്തി പാക്കറ്റിൽ നിന്ന് ഭക്ഷണമെടുത്ത് ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കി എന്റെ വായിൽ ഇങ്ങനെ നുള്ളിയിട്ട് തരും. ഞാനതങ്ങനെ കഴിയാതെ കഴിക്കുമ്പോ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഞാൻ കാഷ്ടിച്ച് മൂത്രിച്ച് വെക്കുന്ന എന്റെ ചട്ടിപ്പാത്രം മനോഹരിച്ചിട്ട് ഈ കട്ടിലിന്റെ അടിയിലാണ് ഞാൻ വെക്കല്. ആ ചെറുപ്പക്കാരൻ വന്ന് ആ ചട്ടിപ്പാത്രം എടുത്ത് ദൂരെ കൊണ്ടുപോയി ഒഴിവാക്കി കഴുകി വൃത്തിയാക്കി എന്റെ കട്ടിലിനടിയിൽ വെക്കാറുണ്ട് കേട്ടോ.
ഇതങ്ങ് കേൾക്കേണ്ട താമസം തൽഹത്ത് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുന്നു. തൽഹത്ത് റളിയല്ലാഹു അൻഹു കരഞ്ഞു ചോദിക്കുന്നു. ഇത് കേട്ടുടൽ തൽഹത്തദാ കരയുന്നു. അറിവുണ്ടോ ഹേ ഉമ്മ അതാരാണെന്ന്? കിസ്റാ പനിക്കും കൈസറും വിറക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൽ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ള ഇമാമാണല്ലോ. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ, പ്രസവിക്കുവാനൊരു പെണ്ണിലും. തൽഹത്ത് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമ്മ, ആ വരുന്ന മനുഷ്യൻ മറ്റാരുമല്ല, പേര് കേട്ടാൽ ലോകടും കിടുകിടാ വിറച്ച ധീരൽ, പ്രവാചകന്റെ ശിഷ്യഗണങ്ങളിൽ പ്രഗൽഭൽ, ഈ റിപ്പബ്ലിക്കിന്റെ നായകൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് കേട്ടോ. സുബ്ഹാന ജല്ല ജലാലുഹു. താങ്ങില്ലാതെ തണലില്ലാതെ ഒറ്റയായി കിടക്കുന്നൊരു ഉമ്മയുടെ കാഷ്ടിച്ച മൂത്രത്തിന്റെയും കാഷ്ടത്തിന്റെയും ചട്ടിപ്പാത്രം ഒരു വലിയ നായകന്റെ കൈകൊണ്ട് വാങ്ങി സ്വന്തം കൈകൊണ്ട് ഉപേക്ഷിച്ച് വൃത്തിയാക്കി വെച്ചു കൊടുത്തെങ്കിൽ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, രാജകീയ കസേലയിലിരുന്ന് രാജകീയ ഭരണം നടത്താൻ യോഗ്യനായ ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ ഭരണ കസേലയിലിരിക്കുന്ന സമയത്താണ് താങ്ങ് നഷ്ടപ്പെട്ടു പോയ ഒരു കിളവിയുടെ താങ്ങായി മാറിയിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ കന്നം കൊടുക്കാനും ആ പ്രിയപ്പെട്ട ഉമ്മയുടെ കാഷ്ടം പേറാനും ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, SYS-ന്റെ പ്രവർത്തകന്മാരെ, എന്റെ പ്രിയപ്പെട്ട SSF-ന്റെ പ്രവർത്തകന്മാരെ, എന്റെ ചെറുപ്പക്കാരെ, നമുക്ക് എന്തുണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ പറയാൻ? ഖാലിഖായ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന വിഷയം അതൊരു അന്യപെണ്ണിന്റെ കാട്ടം പേറിയിട്ട് കിട്ടുന്ന കൂലിയാണെങ്കിൽ അതും കിട്ടട്ടെ എന്ന് മനസ്സിലാക്കി സ്വർഗം ഓഫർ ചെയ്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തെരുവിലിറങ്ങിയിട്ട് ഖിദ്മത്ത് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ അതെ, അത് തന്നെയാണ് മഹാന്മാരുടെ ക്വാളിഫിക്കേഷനായി ഖുർആൻ പറഞ്ഞത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, ജീവിതം മുഴുവനും നന്മകളെ കൊണ്ട് നിറച്ചവർ, അതേ, ഏത് നല്ല കാര്യം ചെയ്യാനും മടിയില്ലാത്തവർ, അതിനുവേണ്ടി എന്ത് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും തരക്കേടില്ല. നമുക്കിന്ന് നേരെ ഒരു 10 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ സമയമില്ല. എത്ര പേര് വിത്ർ നിസ്കരിക്കുന്നവരുണ്ട്, എത്ര പേര് നമ്മിൽ ദുഹാ നിസ്കരിക്കുന്നവരുണ്ട്, എത്ര പേര് നമ്മിൽ ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ട്. മടിയല്ലേ? അതേ സ്ഥാനത്ത് ഗൗസുൽ ആലമോ നിലവേറും ഇശ തൊഴുതോരോ പൂവാലെ 40 ഇറ്റാണ്ടോളം സുബ്ഹി തൊഴുതവർ 40 കൊല്ലക്കാലം ഉറക്കിന്റെ അഭിരുചി അറിയാതെ ഖാലിഖായ റബ്ബിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ, ഈ മഹാന്മാര് അവരാണ് അള്ളാഹുവിന്റെ സഹായം നേടിയെടുത്തവർ. ഈമാനിന്റെ ഭദ്രതയും സൽപ്രവർത്തനത്തിന്റെ ശുദ്ധതയും കണ്ട് ഖാലിഖായ റബ്ബ് അവർക്ക് നൽകിയ ഔദാര്യമാണ് സയജ്അലു ലഹുമുർ റഹ്മാനു ഹുദ്ദാ. ഏത് വിഷയത്തിലും അവരറിയാതെ അള്ളാഹു അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. ആ കിട്ടുന്ന ലഭ്യമായ കഴിവിന്റെ പേരാണ് കറാമത്ത് എന്ന് പറയുന്നത്. അത് അള്ളാഹു കൊടുത്തത് അവരുടെ ഈമാനും അമലും പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ കറാമത്തിന് വല്ലാത്ത മൂർച്ച. എത്ര വലിയ അത്ഭുതങ്ങൾ അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാനൊരൊറ്റ സംഭവം ബർക്കത്തിനു വേണ്ടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. പ്രവാചക പ്രേമികളുടെ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് സുൽത്താനുൽ ആശിഖീൻ അശ്ശൈഖ് സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ.
ആഷിഖീങ്ങൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ഔലിയാക്കളുടെ കൂട്ടത്തിൽ, മഹാന്മാരുടെ കൂട്ടത്തിൽ. അവരുടെ ഇഷ്ക്, പ്രേമം, അത് അള്ളാഹുവിന്റെ ഹബീബിൽ ലയിച്ച പ്രേമമാണ്. അങ്ങനെ ആ പ്രേമം കൂടി 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 പിന്നെ മാനസികാവസ്ഥ മാറിപ്പോയ ആളുകളൊക്കെ ലോകത്തുണ്ടായിരുന്നു. ആഷിഖീങ്ങളുടെ വലിയ ഒരു ഹരമാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ പറയുക, പാടുക എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം ഞാൻ ഇടയിൽ ഓർമ്മ വന്നത് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ്, ആ പെണ്ണിനെ നാട്ടുകാരെല്ലാവരും ഭ്രാന്തത്തി ഭ്രാന്തത്തി എന്ന് പറയും. കാരണം എന്താ? ഈ പെണ്ണ് ഉറക്കില്ല, ഒരു ലെവലില്ലാതെ ഇങ്ങനെ ഇറങ്ങി ഓടലാണ്. പക്ഷെ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? എല്ലാ വീട്ടിന്റെയും വാതിൽക്കൽ ചെന്നിട്ട് പാട്ട് ഇങ്ങനെ പാടും. ആരെ പറ്റിയാ പാടുന്നത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റിയാണ് ഇങ്ങനെ പാടൽ. എല്ലാരും ഈ പെണ്ണിനെ പറ്റി ഭ്രാന്തത്തി ഭ്രാന്തത്തി എന്ന് പറയും. പക്ഷേ മഹാനായ ഷാദുലി തങ്ങൾക്ക് ഭ്രാന്തത്തിയാണെന്ന് പറയാൻ ധൈര്യമില്ല. കാരണം എന്താണെന്നറിയോ? പെണ്ണിങ്ങനെ ഇറങ്ങി ഓടുന്നുണ്ട്, പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിലും പാടുന്ന പാട്ട് മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ്. ഷാദുലി തങ്ങളാണെങ്കിലോ വലിയ മഹാനാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബിനെ ജീവിതത്തിൽ ഒരുപാട് ആവർത്തി കയ്യും കണക്കുമില്ലാതെ സ്വപ്നം കാണുകയും അല്ലാഹുവിന്റെ ഹബീബുമായി സ്വപ്നത്തിൽ ആശയവിനിമയം നടത്താനും കഴിഞ്ഞ മഹാനാണല്ലോ. മഹാനായ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി നോക്കുന്ന നേരത്തെ എന്റെ മനസ്സിൽ വന്ന ചിന്ത ഈ പെണ്ണിനെ പറ്റിയാണ്. എന്തായിരിക്കും പടച്ചോനെ ഈ പെണ്ണിന്റെ അവസ്ഥ? റബ്ബിന്റെ അടുക്കൽ ഈ പെണ്ണിന്റെ ഹാലെന്താണ്? ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ ഉറങ്ങുകയാണ്. ഞാൻ ഉറങ്ങി കണ്ണങ്ങ് ചിമ്മുമ്പോഴേക്ക് എന്റെ അനുഭവം എന്താണെന്നറിയോ? റഅയ്തു റസൂലല്ലാഹി, അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ ഉറക്കിൽ കാണുകയാണ്. യജമാനനായ റബ്ബേ, പാപികളായ ഞങ്ങളുടെ മനസ്സ് ആ ഹബീബിനെ കണ്ട് സന്തോഷിക്കുന്ന മനസ്സാക്കി തരണേ അല്ലാഹ്. ആ ഹബീബിനെ ജീവിതത്തിൽ ഒരുപാട് ആവർത്തി ഉറക്കിലെങ്കിലും കണ്ട് സന്തോഷിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. മഹാനായ ഇമാം ഷാദുലി തങ്ങൾ പറയുന്നു, റഅയ്തു റസൂലല്ലാഹി, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടു. ഞാൻ സാധാരണ കണ്ടാൽ സലാം പറയുന്നത് പോലെ സലാം പറഞ്ഞു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കൂട്ടത്തിൽ ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അല്ല നബിയേ, എന്റെ നാട്ടിൽ ഇങ്ങനെ ഒരു പെണ്ണുണ്ട്. ഈ പെണ്ണിങ്ങനെ ഇറങ്ങി ഓടുകയാണ്, എല്ലാ വീട്ടിന്റെ മുന്നിലും ചെന്ന് ഇങ്ങനെ പാട്ടുപാടും. ആളുകളൊക്കെ ഭ്രാന്തത്തി എന്നാണ് പറയുന്നത്. എനിക്ക് ആ പെണ്ണിനെ പറ്റി ഒന്നും പറയാൻ ധൈര്യം കിട്ടുന്നില്ല. അല്ലാഹുവിന്റെ ഹദ്റത്തിൽ ആ പെണ്ണിന്റെ ഹാൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് എനിക്ക് ആ പെണ്ണിനെ പറ്റി അഭിപ്രായം പറയാൻ പേടിയുണ്ട് നബിയേ. അതുകൊണ്ട് ആ പെണ്ണിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്ന, അല്ല ഷാദുലി തങ്ങളെ, എന്താണ് ആ പെണ്ണ് പാടുന്ന പാട്ട്? മഹാനായ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നു, പാടുന്ന പാട്ട് മറ്റൊന്നുമല്ല നബിയേ, ഹബീബായ തങ്ങളെ പറ്റി തന്നെയാണ്. നിങ്ങളെ പറ്റിയല്ലാതെ മറ്റൊരാളെ പറ്റി പാടുന്നൊരു വരി ഞാൻ കേട്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചിരിച്ചുകൊണ്ട് പറയുന്നു, അതെ, എന്നെ പറ്റിയാണ് പാടുന്നതല്ലേ. എന്നാൽ നിങ്ങൾ കേൾക്കണം, ആ പെണ്ണ് ഭ്രാന്തത്തിയല്ല, ആ പെണ്ണ് വലിയത്താണ് കേട്ടോ. എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് എന്റെ പ്രേമം കൽബിലങ്ങ് വല്ലാതെ മൂർജിച്ചപ്പോ മനസ്സിന്റെ അവസ്ഥ മാറിപ്പോയതാണ്. ആ വലിയ മാനസികാവസ്ഥക്ക് ഒരു ചെറിയൊരാശ്വാസം എന്റെ മദ്ഹ് ഇങ്ങനെ പാടുമ്പം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങി ഓടി പാടുന്നത് കേട്ടോ. ആള് ഭ്രാന്തത്തിയല്ല, വലിയതാണ് കേട്ടോ. മഹാനായ ഇമാമുന ശാദുലി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. ആശിഖീങ്ങളുടെ പ്രത്യേകത അതാണ്. ഓലിങ്ങനെ വല്ലാതെ പ്രേമികളായി പാടി നടക്കും. ഞാൻ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത്, റബീഉൽ അവ്വലല്ലേ വരുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ പ്രവാചകന്റെ മൗലിദ് നന്നായി ചൊല്ലണം. നമ്മുടെ പള്ളികളിൽ നടക്കണം. റബീഉൽ അവ്വൽ 30 ദിവസവും നടക്കണം. അതൊരു 2 ദിവസത്തേക്ക് മാത്രം അങ്ങ് നിർത്തിവെക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സഹോദരികളെ,
നാം ഒന്ന് ആലോചിച്ചു നോക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹാനായ ഇമാം ശാദുലി റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ പറ്റി പറഞ്ഞ വിഷയമാണ്. ഞാൻ അങ്ങനത്തെ ആശിഖീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ പ്രഗൽഭനാണല്ലോ മഹാനായ സുൽത്താനുൽ ആശിഖീൻ അശ്ശൈഖ് സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫാഈ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു നമ്മുടെ സദസ്സ് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. മഹാനായ സുൽത്താനുൽ ആശിഖീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു മഹാനവർകൾക്ക് കിട്ടിയ ടൈറ്റിൽ തന്നെ പ്രവാചക പ്രേമികളുടെ രാജാവ് എന്നാണ്. ആശിഖീങ്ങൾ പ്രവാചക പ്രേമികളുടെ വലിയ സുൽത്താനാണ് മഹാനവർകൾ. അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ച മഹാനാണ്. ഈമാനും അമലും മാത്രം ജീവിതത്തിന്റെ മുഖമുദ്രയായി അംഗീകരിച്ച വ്യക്തി. ലോകത്താദ്യമായി ലോകം അവഗണിച്ച് തള്ളിയ കുഷ്ഠരോഗികളുണ്ടല്ലോ, ആ കുഷ്ഠരോഗികളെ വഴിയിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയി സ്വന്തം വീട്ടിന്റെ മുറ്റത്തൊരു പ്രത്യേക ദീവാൻ കെട്ടി ഉണ്ടാക്കിയിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി ഡ്രസ് ചെയ്ത് അവരെ പരിപാലിക്കുന്ന ഒരു വലിയ സേവകനായിരുന്നു മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരു വലിയ മാതൃക സൃഷ്ടിച്ച മഹാനാണ് ആ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾ കണ്ടില്ലേ അവിടത്തെ ജീവിതത്തിൽ അവിടത്തിന് വലിയൊരു ആഗ്രഹം എന്താണ്? റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് പോകൽ. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയപ്പോ അവിടെ നിന്ന് മഹാനവറുകളുടെ മനസ്സ് വല്ലാതെ ഇടിക്കാൻ വേണ്ടി തുടങ്ങി. അവിടത്തെ കൽബിൽ വല്ലാത്തൊരു മിടിപ്പ് കൂടി, വല്ലാത്തൊരാഗ്രഹം തടിച്ചുകൂടി. എന്താണ്? ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്റെ ഹബീബിനെ കണ്ടിട്ടില്ലല്ലോ, എന്റെ ഹബീബിന്റെ ബർക്കത്തുള്ള മുഖം കണ്ടിട്ടില്ല, എന്റെ ഹബീബിന്റെ ബർക്കത്തുള്ള കരങ്ങൾ കണ്ടിട്ടില്ല, ആ ബർക്കത്തുള്ള കാലുകൾ കണ്ടിട്ടില്ല, എനിക്കൊന്ന് ചുംബിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കിപ്പോഴെങ്കിലും എന്റെ ഹബീബിന്റെ കൈയെങ്കിലും ഒന്ന് ചുംബിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ പ്രവാചകന്റെ റൗള ശരീഫിന്റെ അടുക്കൽ വെച്ച് പൊട്ടി പൊട്ടി കരഞ്ഞ പ്രവാചക പ്രേമി പാടുന്നു തന്റെ ആഗ്രഹം. ഫീ ഹാലത്തിൽ ബുഅദീറു ഹൈകുന്തു ഉർസിലുഹാ തുഖബിലുൽ അർള അൽ وهي نائبتي فهذه نوبة الأشباح قد حضرت فامدد يديك لكي تحظى بها شفتي. ഇരിക്കുന്ന എല്ലാ സഹോദരന്മാരും, നിൽക്കാൻ കഴിയാത്തവരല്ല, നിൽക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും ഒരു 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സദസ്സ് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. തീരെ നിൽക്കാൻ കഴിയാത്ത കാരണവന്മാർ അവരവിടെ ഇരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. കഴിവിന്റെ പരമാവധി നിൽക്കാൻ പറ്റുന്നവർ നിൽക്കുക. വിട്ടു നിൽക്കുന്ന എന്റെ സഹോദരന്മാരൊക്കെ ഒരു 2 മിനിറ്റ് സദസ്സിനോട് സഹകരിച്ചു നിൽക്കുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹുദൂർ കൊണ്ട് പാപികളായ നമ്മുടെ ഈ സദസ്സിനെ റബ്ബ് ധന്യമാക്കി തരട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹഖ് കൊണ്ട് അവരുടെയൊക്കെ സർവ്വ സദുദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായ രോഗം മാറിക്കിട്ടാനും വീട്ടിലുള്ള കടങ്ങളും പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടി ഒരു സഹോദരി 1000 രൂപ ഈ സദസ്സിന് സംഭാവന കൊടുത്തിട്ടുണ്ട്. നീ സ്വീകരിക്കണം റഹ്മാനേ, കബൂൽ ചെയ്യണം റഹ്മാനെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ സഹോദരിയുടെയും കുടുംബത്തിന്റെയും സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ചെലവഴിക്കുന്നതിന് പകരം നീ ബർക്കത്തിനെ ഏറ്റി കൊടുക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ വന്യരായ കല്ലറക്കൽ മുദരിസ് തങ്ങൾ ഒരു ചെറിയ അസ്വസ്ഥത കാരണം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. ഈ അടുത്തായി അവിടെ വെച്ച് നമ്മോട് വിട പറഞ്ഞു പോയ വന്യരായ കെ.വി. ഉസ്താദ് നീ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഒക്കെ നീ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഹളറത്തിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞു പാടുന്നു. ഓ നബിയേ, ഞാൻ ഒരുപാട് അകലങ്ങളിൽ നിൽക്കുന്ന സമയത്തും
എന്റെ മനസ്സിൽ ജീവിച്ചത് തങ്ങളാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ ഘട്ടത്തിൽ ഞാൻ എന്റെ ആത്മാവിനെ ഈ പുണ്യഭൂമിയിലേക്ക് അയച്ച് ഈ ഭൂമി ചുംബിച്ച് ബർക്കത്തെടുത്ത് തിരിച്ചു വരാറുണ്ട് നബിയേ. എന്നാൽ അങ്ങക്ക് വേണ്ടി ജീവിച്ച, അങ്ങയുടെ മാർഗത്തിനു വേണ്ടി സമർപ്പണം നടത്തിയ വിനീതനായ ഞാൻ ഇന്ന് അങ്ങയുടെ മുന്നിലാണ് നിൽക്കുന്നത്. എനിക്ക് വലിയൊരാഗ്രഹമുണ്ട്. അങ്ങയെ ജീവിതത്തിൽ ഒന്ന് കണ്ടിട്ടില്ലെങ്കിലും, അങ്ങയെ നേരിട്ടൊന്ന് ചുംബിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, അങ്ങയുടെ ബർക്കത്തുള്ള കൈകളെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ ഒന്നങ്ങയുടെ ബർക്കത്തുള്ള കൈകളൊന്ന് നീട്ടിത്തരുമോ നബിയേ? ഞാൻ അങ്ങയുടെ കരങ്ങളൊന്ന് ചുംബിക്കട്ടെ നബിയേ. സുബ്ഹാനല്ലാഹ്, ചോദിച്ചു തീരേണ്ട താമസം അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഖബർ മധ്യത്തിലൂടെ പിളരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ബർക്കത്തുള്ള കരങ്ങൾ പുറത്തോട്ട് വരുന്നു. പ്രവാചക പ്രേമിയായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ ബർക്കത്തുള്ള കരങ്ങൾ കെട്ടിപ്പിടിച്ച് തുരുതുരാ ചുംബിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് സമയം ചുംബിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യതാ വിട്ടുകൊടുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ കരങ്ങൾ ഖബർ ശരീഫിലേക്ക് താഴുന്നു. റൗളാ ശരീഫിന്റെ മുറിവ് മൂടുന്നു. വിശ്വാസശുദ്ധിയും കർമ്മഭദ്രതയും പ്രവാചക പ്രേമവും ജീവിതത്തിന്റെ മുഖമുദ്രയായി അങ്ങ് അംഗീകരിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, എന്തേ ആവശ്യമുള്ളത് അതാ പരിപൂർണമായി റബ്ബ് നടപ്പിൽ വരുത്തി കൊടുക്കുന്നു. മഹാന്മാർക്ക് അല്ലാഹു നൽകിയ പ്രത്യേകതയാണത്. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈമാനിന് വില കൊടുക്കുന്ന ഖൽബ് നമുക്ക് വേണം. നന്മ പ്രവർത്തിക്കാനുള്ള താല്പര്യം നമുക്ക് വേണം. അല്ലാഹുവിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് പോലത്തെ മോഡേൺ ചിന്താഗതിക്കാർ, അവരുടെ അപകടത്തെ പറ്റിയുള്ള വ്യക്തമായ ബോധം നമുക്കുണ്ടാകണം. അത്തരം വിഭാഗം നമ്മുടെ വീടുകളിൽ സ്വാധീനം നേടുന്നത് നാം ശ്രദ്ധിക്കണം. അത്തരം വിഭാഗം നമ്മുടെ മഹല്ല് കമ്മിറ്റികളിൽ സ്വാധീനം നേടുന്നത് നാം ശ്രദ്ധിക്കണം. അത്തരം ദുശക്തികൾ വളർന്ന് വ്യാപിക്കുന്നത് നാം കരുതിയിരിക്കണം. അത്തരം വിഷയങ്ങളിൽ തെറ്റിദ്ധരിച്ചു പോകുന്ന ആളുകളെയൊക്കെ സന്തോഷത്തോടെ നാം സമീപിച്ച് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി അവരെ തെറ്റിതിരുത്തിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ ഹബീബില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതില്ലാതെ റബ്ബിന്റെ സഹായവും കിട്ടില്ല. ആ വിശ്വാസ ശുദ്ധിയും കർമ്മഭദ്രതയും പ്രവാചക പ്രേമവും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഏറ്റെടുത്ത് അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമകളായി ജീവിച്ച് മഹാന്മാരെ ഇത്തിബാ ചെയ്ത് ജീവിച്ച് അവരോടൊന്നിച്ച് സ്വർഗം നേടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.